കടന്നു വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും GRMA കോർഡിനേറ്റേഴ്സിനും അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പാട്ടുകാർക്കും എല്ലാവർക്കും GRMAയുടെയും എൻ്റെയും പേരിലുള്ള ക്രിസ്തുമസ് നവവത്സര ആശംസകൾ. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒപ്പീനിയൻ പോൾ, ഈ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ നടത്തുന്നൊരു ഒപ്പീനിയൻ പോള് ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അതിൽ കുട്ടികൾ, നമ്മുടെ യുവാക്കളോട് പോയി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്, നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ 1-2 കുട്ടികൾ പറഞ്ഞു, ഇന്ത്യക്ക് തലസ്ഥാനം ഉണ്ടോ, കേരളമാണോ ഇന്ത്യയുടെ തലസ്ഥാനം. അതുപോലെ രാഷ്ട്രപിതാവ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയനാണ് എന്ന് വരെ പറഞ്ഞ വീഡിയോ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഓൺലൈൻ മാധ്യമമാണ്, ശീതളിസം എന്ന് പറഞ്ഞ്, അതിലാണ് ഞാൻ കണ്ടത്. വളരെ രസകരമാണ് ആ വീഡിയോ കാണാൻ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും രാഷ്ട്രപിതാവിനെക്കുറിച്ചും നമ്മുടെ രാജ്യ തലസ്ഥാനത്തെക്കുറിച്ചും പോലും നമുക്ക് ആർക്കും ബോധമില്ലാത്തൊരു തലമുറയും നമ്മുടെ തലമുറയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസിനെ കുറിച്ച് ബേസിക്കായിട്ടൊന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. ചിലപ്പോൾ ക്രിസ്തു ആരാണെന്ന് പോലും അറിയത്തില്ലാത്തവർ ക്രിസ്ത്യാനികളായിട്ടും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ. ഞാൻ തന്നെ കുറേ നാളായി ബൈബിളൊക്കെ വായിച്ചിട്ട് മറന്നുപോയി പലതും. പണ്ടൊക്കെ ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ജീവിതത്തിന് തിരക്കുകളൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബൈബിളൊക്കെ വായിച്ചിട്ട് കുറേ നാളായി. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ആദ്യം ദൈവത്തോട് പറഞ്ഞ കാര്യം, കർത്താവെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായി, ക്ഷമിക്കണം, തിരക്കായിപ്പോയി. അങ്ങനെയൊക്കെ തുടങ്ങേണ്ട വന്നു. അപ്പോൾ മറ്റൊന്നു പറയാൻ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യ ആരംഭം മുതൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. കുട്ടികൾ പോയിരിക്കേ പ്ലീസ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഈ ലോകത്തിലേക്ക് വിട്ടു. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അധികാരവും മനുഷ്യന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. നന്മ ചെയ്താൽ എന്താണ് പ്രതിഫലമെന്നും തിന്മ ചെയ്താൽ എന്താണ് പ്രതിഫലമെന്നും ദൈവം പറഞ്ഞു കൊടുത്തു. അതിനുശേഷം മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമായ തിന്മയിലേക്ക് മനുഷ്യൻ കൂടുതൽ പോവുകയും ഈ ലോകം മുഴുവൻ തിന്മയുടെ അടിസ്ഥാനത്തിലേക്ക് പോവുകയും തിന്മകൾ കൊണ്ട് നിറഞ്ഞ, അല്ലെങ്കിൽ അധർമ്മം കൊണ്ട് നിറഞ്ഞ, മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അധർമ്മത്തിലേക്ക് പോയൊരു കാലഘട്ടത്തിൽ ദൈവം തീരുമാനിച്ചു, ഈ മനുഷ്യനെ മുഴുവൻ രക്ഷിക്കണമെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പാപമോചനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാപത്താൽ നിറഞ്ഞപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് മോചിക്കപ്പെടണമെങ്കിൽ ഈ യാഗം അർപ്പിക്കപ്പെടണം, ബലിയർപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ ചോര ചിന്തണം, എങ്കിലേ പാപമോചനം ലഭിക്കൂ. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. നമ്മുടെയൊക്കെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ വന്ന ഒരു വരവാണ് യേശു ക്രിസ്തുവായി, അല്ലെങ്കിൽ
ഉണ്ണി യേശുവായി ഭൂമിയിലേക്ക് വന്നത്, നിത്യപിതാവ് ഉണ്ണി യേശുവായി ഭൂമിയിലേക്ക് വരികയും നമ്മളെയൊക്കെ അത്യധികം സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മളെയൊക്കെ നമ്മുടെ തിന്മകളിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി കടന്നു വന്നവനാണ് യേശു. അതാണ് നമ്മൾ ക്രിസ്തുമസായിട്ട് കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുമസ് എന്നും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെയും ഒക്കെ കുറവ് അനുഭവപ്പെടുന്നൊരു കാലഘട്ടമാണ്. ആർക്കും ആരെയും സ്നേഹിക്കാൻ സമയമില്ല, ആർക്കും ആരുടെയും കാര്യങ്ങൾക്ക് ഇടപെടാൻ സമയമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഈ അവസരത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ നമുക്കൊരു പ്രാർത്ഥനാ ഗാനമാശാണ്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടികൾക്ക് മുമ്പായി പ്രാർത്ഥനാ ഗാനം ആരംഭിക്കുന്നതിന് വേണ്ടി രേഷ്മ ജോയ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം രേഷ്മ ജോയ്സ്.